ഇതൊരു ഉപദേശ വിഷയമല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ്. ദൈവം പൊളിച്ചു കളഞ്ഞ ഒന്നാണ് ആഭരണം കൊണ്ട് പണിയപ്പെട്ട വിഗ്രഹം. ആഭരണം ഉപയോഗിക്കുന്ന ജനത്തെ നോക്കി പറഞ്ഞു, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാണ്, ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. അതെ, അങ്ങനെയെങ്കിൽ ഈ ആഭരണം എന്ന് പറയുന്നത് ശരീരത്തെ അശുദ്ധമാക്കുന്ന ഒന്നാണെന്നുള്ള ലേഖനത്തിൽ പറയുന്നത് ഞാൻ അന്ന് പൊളിച്ചു കളഞ്ഞതാണ്. അന്ന് പൊളിച്ചു കളഞ്ഞതിനെ വീണ്ടും പണിതെടുത്താൽ ഞാൻ ലംഘനക്കാരനെന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, പ്രിയന്മാരും വിശുദ്ധന്മാരും വൃദ്ധന്മാരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ അവിടെ അസിസ്റ്റന്റ് നേഴ്സ് ഉണ്ട്, സ്റ്റാഫ് നേഴ്സ് ഉണ്ട്, സീനിയർ സ്റ്റാഫ് ഉണ്ട്, ചാർജ് നേഴ്സ് ഉണ്ട്, നേഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്. അപ്പം ഇവരെല്ലാം ബേസിക്കലി നേഴ്സുമാരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഡിഫറൻറ്റ് ആണ്. 90% ഓഫ് ആൾക്കാരും പ്രിയന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്, ദൈവവചനം അവർ ബൈഹാർട്ട് ആക്കുന്നവരാണ്, അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിക്കുന്നവരായിരിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. പക്ഷെങ്കിൽ ഈ യോസേഫിനെ പോലെ അപ്പൻ്റെ ദൃഷ്ടിയിൽ ഇച്ചിരി പ്രിയം കൂടിയവരാണ് ഇവർക്ക് ചിലപ്പം നിലയെങ്കിൽ കൊടുത്തെന്നിരിക്കും, അപ്പൻ്റെ കൂടെ മാർവോട് ചേർത്ത് വെച്ചെന്നിരിക്കും, എപ്പോഴും ചിലപ്പം ചുംബനം കിട്ടിയെന്നിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം ഭയങ്കരമായിട്ട് അവർ അനുഭവിക്കുന്നവരായിരിക്കും. അറിഞ്ഞാൽ തന്നെ ദൈവത്തിന്റെ ഹൃദയം അങ്ങ് മനസ്സിലെയും. അങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഈ ഭൂമിയിൽ അവരെ ഭയങ്കരമായിട്ട് കൈവളയിൽ കൊണ്ട് നടക്കുന്നു നമുക്ക് തോന്നിപ്പോകും. വിശുദ്ധന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് സാധാരണ ഒരു ജീവിതം നയിക്കാൻ പറ്റത്തില്ല. എപ്പോഴും അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളായിരിക്കാം, ഇടുങ്ങിയ പാതയായിരിക്കും ദൈവർക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതം ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതിനനുസരിച്ചുള്ള അഭിഷേകം ദൈവർക്ക് കൊടുക്കും, അതിനനുസരിച്ചുള്ള വചന വെളിപ്പാടുകൾ ദൈവർക്ക് കൊടുക്കും, അതിനനുസരിച്ചുള്ള ആത്മീയ നിലവാരങ്ങൾ ദൈവർക്ക് ഒരുക്കി കൊടുക്കും. അങ്ങനെ അവർ ദൈവം കഷ്ടത്തിന്റെ തീച്ചോട് ചിലപ്പോൾ നടത്തിയെന്ന് വന്നിരിക്കും. എല്ലാ കൂട്ടുകാരും അവരുടെ കൂട്ടുകാരായിരിക്കണമെന്നില്ല. എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ, എല്ലാവരും ആസ്വദിക്കുവാൻ, എല്ലാവരും പോകുന്ന പോലെ പോകുവാൻ എല്ലാ സഭകളും അവർക്കുള്ളതല്ല. പിന്നെ വിശുദ്ധിയിൽ ജീവിക്കുന്ന കൂട്ടുകാരെ കണ്ടെത്തി അങ്ങനെ എല്ലാം മൊത്തം അറ്റ്മോസ്ഫിയർ, ഇനി അവരെടുക്കുന്ന ശ്വാസം പോലും വിശുദ്ധി കൊണ്ട് നിറഞ്ഞിലായിരിക്കും. ആ രീതിയാണ് ഇയ്യോബ് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു, ഇനി ഒരു കന്യക ഞാൻ നോക്കുന്നത് എങ്ങനെ. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഓരോ അവയവങ്ങളോടും എന്താ പറഞ്ഞ നിയമം ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടമുണ്ട്, അവരെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കും. വൃദ്ധന്മാരെന്ന് പറയുമ്പോൾ വിശുദ്ധന്മാരെ പോലും അല്ല, ഇച്ചിരി അതുക്കും മേലെ എന്ന് വേണം പറയാം. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അവർക്ക് വിവാഹ ജീവിതം കഴിക്കാൻ പറ്റി എന്ന് വരികയില്ല. പിന്നെ ഈ ലോകത്തിൽ ശരിക്കും എളുമത്തമുള്ള ഒരു ജീവിതം നയിക്കേണ്ടി വന്നേക്കാം. പിന്നെ ഇച്ചിരിയുടെ പുതിയ തീരുമാനങ്ങൾ, ഇച്ചിരി കട്ടികൂടിയ തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ എടുക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ശിംശോനോട് ദൈവം പറയുന്നുണ്ട്, ദൈവം ശിംശോനെ തിരഞ്ഞെടുത്ത് പറയുന്നുണ്ട്, വീഞ്ഞും മദ്യവും നീ കുടിക്കരുത്, ക്ഷൗരക്കത്തി തലയിൽ തുടരുത്. എല്ലാവരും ധരിക്കുന്ന പോലെ ഫാഷനബിൾ അല്ലെങ്കിൽ ലോകത്തിനനുസരിച്ചുള്ള വേഷങ്ങൾ ധരിക്കാൻ അവർക്ക് പറ്റിയെന്ന് വരികയില്ല. തികച്ചും ലാളിത്യമുള്ള ഒരു ജീവിതം നയിക്കാൻ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കും. കാരണം അവരുടെ ശരീരം അകത്തും പുറത്തും അവരുടെ ചിന്തകൾ, വിചാരങ്ങൾ സകലതും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ജീവിക്കേണ്ട ഒരു ജീവിതമാണ് വൃദ്ധന്മാർ എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ദൈവം സ്നേഹിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി കൊടുക്കും. ആ പരിശുദ്ധാത്മാവാണ് അവരിൽ കൂടെ പ്രവൃത്തി ചെയ്യുന്നത്. അവർ കമ്മലിട്ടെന്നോ മാലയിട്ടെന്നോ മീശ വടിച്ചില്ലെന്നോ ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. ദൈവത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റു പറയുമ്പോൾ രക്ഷ വരുന്നത് നമ്മുടെ ആത്മാവിനാണ്. പക്ഷെങ്കിൽ ദേഹി എന്ന് പറയുന്നത് ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലാണ്. എന്നാൽ ഈ ശരീരം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് അന്നാണ് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത്. എങ്കിൽ ഈ ശരീരം എത്രത്തോളം വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം വിശുദ്ധിക്ക് അനുസരിച്ചാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ലഭിക്കുന്നത്. രഹസ്യ ജീവിതമായാലും പരസ്യ ജീവിതമായാലും ഈ ശരീരത്തെ ഒന്ന് സമർപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.